Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. ma'am. Yeah, good afternoon. Okay, start yada. Start with the prayer. To the three and sign. Prayer. Okay, and then Sign in. Good afternoon, ma'am, my dear friend. I warmly welcome our beloved Ashwati ma'am and Montessori teachers. I'm excited to start the day with all of you. Let's study together. Thank you. Have a nice day. Thought for the day. The strongest of all barriers are these two, time and patience. Once again, the strongest of all barriers are these two, time and patience. Thank you. okay. So then, how are you all? Hope you all doing well. And have you had your lunch? Yes, ma'am. Yes. Okay. So നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ടോപ്പിക് ആയിരുന്നു അല്ലെ, ടോപ്പിക് ഡിസ്കഷൻ ആയിരുന്നു. ഓ ഇനി അത് കണ്ടിന്യൂ ചെയ്യണ്ടല്ലോ, മതിയല്ലേ? പെട്ടെന്ന് ഒരു ടോപ്പിക് ഡിസ്കഷൻ ഒക്കെ നമുക്ക് ആവാം അല്ലെ? ഓക്കെ, ആക്റ്റീവ് ആണോ എല്ലാവരും? ക്ലാസ്സിലുണ്ടോ? ആക്റ്റീവ് ആണോ? Yes. Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മള് പ്രിപ്പോസിഷൻ അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ അല്ലെ? പ്രിപ്പോസിഷൻ ഏതൊക്കെ എടുത്തു? ഇന്നോൺ അച്ഛൻ മൂന്നും കഴിഞ്ഞോ? ഇന്ന് മാത്രം. ഇന്ന് മാത്രം എടുത്തോളൂ. ഓക്കെ, so moving on to the next preposition, and take your notebook and write down the heading. Our next preposition is on. Okay, on. On. On എവിടേക്കാ യൂസ് ചെയ്യാന്ന് അറിയാമോ? ജസ്റ്റ് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കി. ഡേയുടെ മുകളിൽ എന്നൊക്കെ പറയുമ്പോൾ ഓൺ ദ ടേബിൾ. Yeah, okay. ഡേ ഡേറ്റ്. Then day, data, large vehicles, office, media. Okay, ഇത്രയും പ്ലേസസിൽ നമുക്ക് പറയുന്ന preposition on യൂസ് ചെയ്യാം. Okay, please mute yourself. Okay, നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ കേട്ടോ. Day, data, media, surface, large vehicle. ഓക്കെ, നമ്മള് അല്ലെ ഇപ്പൊ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറയുന്ന ഡേയ്സിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് ഡേ അല്ലെ, ഓൺ എന്ന് പറയുന്നത്.
ഓക്കെ ദെൻ ഡേറ്റ് പെർട്ടിക്കുലർ എക്സാക്ട് ഡേറ്റ് പറയുമ്പോൾ നമ്മൾ ഡേറ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് പ്രപ്പോസിഷൻ ഓൺ ആണ് കേട്ടോ. ഓക്കെ അപ്പോ ഇപ്പോ 22nd ജൂൺ എന്നൊക്കെ പറയുന്നത് 22nd ജൂൺ, അതായത് മാസമാണെങ്കിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്, മന്ത് ആണെങ്കിൽ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഓൺ വരുമ്പോഴോ ഡേറ്റ്സ് ആണെങ്കിൽ ഇവിടെ ഓൺ പറയണം. അതായത് 22nd ജൂൺ വി വിൽ മീറ്റ് ഓൺ 22nd ജൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ 22-ാം തീയതി ജൂൺ 22-ന് മീറ്റ് ചെയ്യാം എന്നാ പറയുന്നത്. കറക്റ്റ് ഒരു ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മള് ഓൺ പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ അതുപോലെ തന്നെയാണ് ടേക്ക്, മാറിപ്പോകാൻ പാടില്ല. മൺഡേ ട്യൂസ്ഡേ ഡേയ്സ് വരുന്നെങ്കിൽ അവിടെയും ഓൺ വേണം. ഷീ വാഷസ് ഹർ കാർ ഓൺ സൺഡേ, സൺഡേ ആണ് അവരുടെ കാർ വാഷ് ചെയ്യുക. അപ്പോ ഹി വാഷ് ദ കാർ ഓൺ സൺഡേ. അപ്പൊ ഡേറ്റും വരുമ്പോ പ്രപ്പോസിഷൻ ഓൺ ആണ്, മസ്റ്റ് ആണ്. ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കെ ആൻഡ് ലാർജ് വെഹിക്കിൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്തപ്പോ പറഞ്ഞു സ്മോൾ വെഹിക്കിൾ ആണ് ഇന്ന് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ബസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്താണ് ആൻഡ് ദ ബസ് എന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ എന്ത് പറയും ആം ഓൺ ദ ബസ് അല്ലെ. അപ്പോ ലാർജ് വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് ഓൺ ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഓൺ ദ ബസ്, ഓൺ ദ ട്രെയിൻ, ഓൺ ദ ട്രെയിൻ, ഓൺ ദ ബസ് എന്നൊക്കെ പറയും. ഇപ്പൊ ലാർജ് വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് ഓൺ ആണ് യൂസ് ചെയ്യുക. ഓക്കെ അപ്പോ പെർട്ടിക്കുലർ ഒരു ഡേറ്റ് ഡേ ആണ് മൺഡേ ട്യൂസ്ഡേ നമ്മൾ പറഞ്ഞു. അല്ലാതെ നമ്മൾ ഇപ്പൊ നമുക്ക് ക്രിസ്മസ് ഡേയിൽ മീറ്റ് ചെയ്യാം എന്നാണെങ്കിൽ വി വിൽ മീറ്റ് ഓൺ ക്രിസ്മസ് ഡേ, ഓൺ ക്രിസ്മസ് ഡേ അങ്ങനെയും പറയാം. ഓക്കെ ഓൺ ക്രിസ്മസ് ഡേ ഒരു ഡേ എന്നാണ് പറയുന്നത്, ഒരു പെർട്ടിക്കുലർ ഡേ ആണല്ലോ അല്ലെ. ക്രിസ്മസ് ഡേ എന്ന് പറയുന്നത് അറിയാലോ 25th ആണ്, ഒരു ഹോളിഡേയും കൂടിയാണ്. ഹോളിഡേ ആണെങ്കിലും എക്സാക്ട് ഡേറ്റ് ആണെങ്കിലും നമുക്ക് ഓൺ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ദെൻ സർഫേസ്, സർഫേസ് എന്ന് പറയുമ്പോൾ ഒരു പ്രതലാണല്ലേ. അപ്പൊ എന്തിനെങ്കിലും മുകളിൽ എന്ന് പറയണമെങ്കിൽ അവിടെ ഓൺ ആണ്. ബുക്സ് ഓൺ ബുക്സ് ആർ ഓൺ ടേബിൾ, ബുക്സ് ആർ ഓൺ ടേബിൾ, ബുക്സ് ടേബിളിന് മുകളിലാണ്, ബുക്സ് ആർ ഓൺ ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ടേബിളിന് മുകളിലായിക്കോട്ടെ എന്തെങ്കിലും വട്ടവട എന്തെങ്കിലും മുകളിലായാലും നമുക്കവിടെ ഓൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വാൾ ഉണ്ടല്ലോ, ചുമര് വാള്. അപ്പൊ വാളിൽ നമ്മൾ പിക്ചർ തൂക്കുകയാണെങ്കിൽ വാൾ എന്ന് പറയുന്നത് ഒരു സർഫേസ് തന്നെയാണ്. സോ നമുക്ക് വി ക്യാൻ യൂസ് ദ പ്രപ്പോസിഷൻ ഓൺ. ഓക്കെ സോ വി ക്യാൻ സേ ദാറ്റ് ലൈക്ക് ദാറ്റ് ലെറ്റ്സ് ഹാങ് ദിസ് പിക്ചർ ഓൺ ദി വാൾ, അങ്ങനെയും പറയാം. ലെറ്റ്സ് ഹാങ് ദിസ് പിക്ചർ ഓൺ ദി വാൾ. ഓക്കെ വാളില് പിക്ചർ ഹാങ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ വാൾ എന്ന് പറയുന്നത് സർഫേസ് ആയതുകൊണ്ടാണ് അവിടെ ഓൺ പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. ഓക്കെ മീഡിയ, മീഡിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ മീഡിയാസും ടി വി ആയിക്കോട്ടെ, ടി വി, റേഡിയോ, ഫോൺ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, വാട്ട്എവർ എല്ലാം എന്താണ് ദീസ് ആർ ലൈക്ക് മീഡിയാസ്. സോ വി ക്യാൻ യൂസ് ഓൺ ബിഫോർ the medias. Okay, she watching a video on YouTube. She watching a video on YouTube. യൂട്യൂബിലാണ് വീഡിയോ വാച്ചിങ്. ഷീസ് വാച്ചിങ് എ വീഡിയോ ഓൺ യൂട്യൂബ് ആൻഡ് ഷീസ് വാച്ചിങ് എ മൂവി ഓൺ TV, ഓൺ ദ TV എന്നും പറയും. സോ അപ്പൊ ഇത്രയും ഫ്രേസസിലാണ് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഓൺ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആണോ? കുറച്ച് പോയിന്റ്സ് ചെയ്താട്ടോ എഴുതിക്കോളൂ. നമ്മളിവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഓൺ തന്നെയാണ്. അത് സെന്റൻസ് വൈസ് ആയിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞു. ഓൺ യൂസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെ എഴുതാട്ടോ. On the wall, on Monday, on table, on the train, on my birthday, on the phone, on TV,
On the roof. On the roof. On time. Beyond time എന്ന് പറയാ ഒരു പ്രയോഗമാണ്. On time. On a screen. എന്തെങ്കിലും സ്ക്രീനിൽ കാണുകയാണെന്ന് പറയുമെങ്കിലും സ്ക്രീൻ ആണെങ്കിൽ അവിടെ ഓൺ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഓൺ എ സ്ക്രീൻ. On your hand. ഹാൻഡിന്റെ മുകളിൽ എന്ന് പറയാൻ ഹാൻഡ് നോക്കുക. ഇൻ യുവർ ഹാൻഡ് എന്ന് പറയാം, ഓൺ യുവർ ഹാൻഡ് എന്ന് പറയാം കേട്ടോ. ഹാൻഡിൽ കയ്യിൽ എന്ന് പറയണമെങ്കിൽ ഇൻ യുവർ ഹാൻഡ് ആണ്. There is nothing in my hand. കയ്യിലൊന്നുമില്ല. അതുപോലെ there is nothing on my hands. എന്റെ കയ്യിന്റെ മുകളിലൊന്നുമില്ല. അങ്ങനെയും പറയാം. ഓക്കെ, രണ്ട് രീതിയിലും പറയാം കേട്ടോ. Then on duty. On the internet. Then on the first floor. നമ്മൾ first floor പറയുമ്പോൾ floor ആണ്. Floor. On the first floor. Floor പറയുമ്പോൾ നമ്മൾ on ആണ് യൂസ് ചെയ്യുക. My office is on the first floor. അല്ലെങ്കിൽ third floor എന്ന് പറയണമെങ്കിൽ അവിടെ on യൂസ് ചെയ്യാം കേട്ടോ. On the bus. On Christmas Day. On a holiday. In principle നമുക്ക് on യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എങ്ങനെയുണ്ട്, മനസ്സിലായോ? ഓൺ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? ഐഡിയ കിട്ടിയോ? യെസ്, ക്ലിയർ. നോട്ട് എഴുതിയതിനു ശേഷം നിങ്ങൾ കുറച്ച് ഓൺ പ്രിപ്പോസിഷൻ വെച്ചിട്ട് കുറച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. then text to me. ഓക്കെ, അതിൽ ഗ്രാമർ മിസ്റ്റേക്കോ ഒന്നും നോക്കണ്ട. നിങ്ങൾ കറക്റ്റ്ലി ആ പ്രൊണൗൺസിയേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം ചെക്ക് ചെയ്യുക. then എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒരു അഞ്ച് എക്സാമ്പിൾസ് വെച്ചിട്ട്. എന്തോ ഓൺ ദി ഫസ്റ്റ് ഫുൾ ഫ്ലോർ അതെന്താ? അയ്യോ, ഫൂള് പെട്ടെന്ന് മിസ്റ്റേക്ക് വന്നു. ഫ്ലോർ ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. ഫുൾ വേണ്ടല്ലോ. നോ. On the first floor. ഫ്ലോർ ആണ്, ഫൂൾ അല്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയതാണ്. ഓക്കെ, അപ്പൊ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു അഞ്ച് എക്സാമ്പിൾ, അഞ്ചല്ല അത്യാവശ്യം കുറച്ച് എക്സാമ്പിൾസ് എഴുതാമല്ലോ. 10 എക്സാമ്പിൾസ് വീതം എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. 10 എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം, ഒന്നിച്ച് ടൈപ്പ് ചെയ്യാം, then എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എല്ലാവരും വായിച്ചു നോക്കാം, എന്നിട്ട് ഞാൻ പറയും. എല്ലാവരും ചെയ്യാം കേട്ടോ. ഒരു ഡൗട്ട്, എക്സാമ്പിൾ എഴുതുമ്പോ ഫുൾ സെന്റൻസ് ആയിട്ടല്ലേ എഴുതണ്ടേ? ഇതുപോലെയല്ലല്ലോ എഴുതേണ്ടത്? ഇതുപോലല്ല, ഫുൾ സെന്റൻസ്. സോ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. വെയിറ്റിംഗ് ഫോർ യുവർ എക്സാമ്പിൾസ്. മാം ഒരു ഡൗട്ട് മാം, ഷീ കെയിം ബൈ ബസ് എന്ന് പറയാറുണ്ടോ മാം? ബൈ ഉപയോഗിക്കാറില്ലേ? ബൈ യൂസ് ചെയ്യും കേട്ടോ. അത് എപ്പോഴല്ല, ഞാനത് പറയാം. ഓക്കെ, അത് വേറെ ബൈ പ്രപ്പോസിഷൻ സമയത്ത് ഞാനത് പറയാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. ഒരു 5 10 വേണം. കാരണം എന്തോ ഒരുപാട് പോയിന്റ്സ് ഞാൻ തന്നല്ലോ. നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ you can create a maximum. Okay, I will go to my homework Sunday. Yeah, my birthday is on 13th May. I will go on bus. Now I am watching my Montessori class on Zoom meeting. Yes, correct. Okay, let us text you. The poster is on the wall. Yeah, ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്യണം. ഓരോന്നോരോന്ന് അയക്കല്ലേ കേട്ടോ. ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്യും.
എനിക്ക് ആരൊക്കെയാണ് ഇത് അയച്ചെന്ന് എനിക്ക് അറിയാൻ പറ്റും, അതിന് വേണ്ടിയാണേ. Okay, Vinci text ചെയ്തിട്ടുണ്ട്. Clock is on the wall. Yeah, books are on the table. You will come on time to meet him. I saw a movie on my birthday. My son saw shorts on YouTube. There is nothing on my hand. Yeah. Okay. He's on duty. My office is on the second floor. Football is falling on the roof. Dia is on the train. Yeah. The picture on the wall. The picture is on the wall. The bus came on time. The book kept on the table. My birthday on July 27. No. My birthday on 29th July. First date വരണം കേട്ടോ. അവിടെ മന്താണ് വരുന്നെങ്കിൽ ഇന്ന് യൂസ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഡേറ്റ് വരണം, എന്നാൽ മാത്രമേ ഓൺ വരുള്ളൂ കേട്ടോ. The program is on. The program is going on TV. Yeah, I'm coming on the way. I will come back on Saturday. You will wait on the train. My office on the second floor. My birthday celebration on the Christmas day. You watch on the TV. The cat is on the roof. He sat on the bench. He ran on the park. The book on the park. We ran on the park. In the park. The book is on the shelf. They are sitting on the bench. Their books is on the table. I'm sitting on the bus. We will meet on Tuesday. I'm jumping on the floor. I'm എന്ന് പറയുമ്പോൾ AM അല്ല കേട്ടോ, IAM ആണ് am. ഓക്കെ, ഇങ്ങനത്തെ ഒരു വേർഡ് ഇല്ല കേട്ടോ, മിസ്റ്റേക്ക് ആണേ. ഒന്നില്ലെങ്കിൽ I ഇട്ടിട്ട് അപ്പോസ്ട്രഫി ഇട്ട് ഒരു M ഇടുക, അത് am ആണ്. അങ്ങനെ എഴുതാം കേട്ടോ. The picture on the floor. The picture is on the floor. She will come on time. The book is on the table. The bird is on the bus. The bird is on the bus. ഉള്ളിലാണ് ഉദ്ദേശിച്ചത്.
What you do on a Monday? I'm on the bus. I'm on the bus. A cat is on the chair. I watch the reels on the mobile phone. We watch movie on TV. I will reach on time. She's on duty. Uh, Shanibam, you yourself. Administration office is on second floor. The notice stick on the notice board. Yeah. Now I'm sitting on the chair. I'm watching my class on my mobile phone. There is Sir on the wall. My class started on 1:30 p.m. ടൈമിന്റെ മുന്നിൽ ഒരിക്കലും ഓൺ ചെയ്യാൻ പാടില്ല കേട്ടോ. മിസ്റ്റേക്ക് ആണേ. ടൈം ആണെങ്കിൽ ഓൺ അല്ല. There is a parrot on the roof. I will come back on Sunday. I watch a movie on TV. I watch on the table. I wait on the train. Yeah, friends. Okay, I will text you കേട്ടോ.
ഓക്കെ, ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. എന്താണ് ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. മിസ്സേ ടൈപ്പ് ചെയ്തോണ്ടിരിക്കണേ. മാം ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ മാം ഓക്കെ, എന്താണ് മഞ്ജു ആലോചിച്ചിരിക്കുന്നത്? ടെക്സ്റ്റ് ചെയ്യൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. നിങ്ങൾ ആരും ഒന്നും അയക്കുന്നില്ലല്ലോ. മാം ഒരുപാട് പേര് ടെസ്റ്റ് ചെയ്യും. ഓൾറെഡി അയച്ചിട്ടുണ്ട് മാം. വെയിറ്റ്,
മിസ് എല്ലാരും അയച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും അയച്ചിട്ടുണ്ട്. കണ്ടില്ല കേട്ടോ, കാരണം അത് സ്റ്റക്കായി നിൽക്കായിരുന്നു മെസ്സേജ്. ഓക്കെ, മെസ്സേജ് ഒന്നും വരുന്നുണ്ടായിരുന്നു. ഓക്കെ, സെൻഡ് ചെയ്തിട്ടുണ്ട്. വായിക്കാവേ. വെരി ഗുഡ്. Photos are hanged on the wall. The books are kept on floor. The dog is sleeping on the mat. Yeah, she's tucked. എന്താ ഉദ്ദേശിച്ചത്? Yeah, the flower on my, yeah, correct, on my dress. He can on time. She comes in shift on time. The milk is kept on the table. The cat is sleeping on the floor. Christmas comes on. Yeah, I love to travel on boat. Okay. He watched class on YouTube. We will meet on next Sunday. The ball is on the chair. You should start the yoga class on time. I can't come because I'm on duty. He's from on the third floor. I'm on the train. Yeah. മാം, ആ ലാസ്റ്റ് സെന്റൻസ് ഇൻ ബോട്ട് ആണോ വരണ്ടേ, ഓൺ ബോട്ട് തന്നെയാണോ വരണ്ടേ? ബോട്ട് ലാർജ് വെഹിക്കിൾ ആയതുകൊണ്ട് ഫോൺ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നിൽക്കാനും നടക്കാനും പറ്റുന്ന വെഹിക്കിൾ ആണ് ലാർജ് വെഹിക്കിൾ ഒക്കെ യൂസ് ചെയ്യുന്നത്. ബോട്ട് നമുക്ക് ലാർജ് വെഹിക്കിൾ ആണ് എടുത്താൽ. Okay. Then the book is on the table. He puts his hat on his head. They are sitting on the bench. The clock is on the wall. The keys are on the counter. She placed the flowers on the table. The painting is on the wall. We will celebrate our anniversary on the July. I'm on the 50th. Yeah, correct. A fan is on the mat, a baby is on a chair, a ball is on a toy, dog is on a log. The clock is hanging on the wall. She's watching news on TV. My brother is on Christmas Day. My mother is on the bus. Her marriage is on Sunday. He is on duty. He goes on tail. ഒരുപാട് ആവശ്യം വന്നിട്ടല്ലോ. Table, on holiday, on park, in park, on the phone, on second floor, on the YouTube. On the table, second floor, on the wall, on the screen, on 1st April. On the table, on the train, on TV, on roof, on screen, on time, on second floor, on a holiday, on Christmas Day. On the table, on 6th January, on Monday, on the train, on Netflix. On the street, on the table, on the phone, on the table, on the runway, on Monday, on the wall, on the floor, on the table, on the swing, switching on the swing, sitting in the swing, turning on the way, morning on duty, yeah, on the TV, on a screen, on this, on the wall, on holiday, on the bus, on this, on my hand, on TV, on the body, on the floor. Yeah, on a book, on the road, on TV, on the floor, on Sunday. Ma'am പോയിട്ടില്ല. ഇതൊക്കെ ഇപ്പഴാ ഞാൻ കാണുന്നത്. On Monday, on earth, on the bench, on the blackboard, on stage, on ground, on table, on the beach, on the bed, on a project. Table, on holiday, on the floor. On Monday, on 7th August, on time, on hand, at 5 p.m. on duty. Yeah. On the first floor, on hand, on bus, on holiday, on table, on stage. Monday, on table, on the wall, on the head, on my head, on the bench, on the table, on the hair, on the wall, on top of the tree, on Monday, on the first floor, on the desk, on the mat, on the TV. Yeah, correct. Okay, correct. ആരെങ്കിലും ടെക്സ്റ്റ് ചെയ്യാനുണ്ടോ?
എല്ലാവരും ചെയ്തോ? ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. മിസ് ഞാൻ ചെയ്തിട്ടുണ്ട്, വായിച്ചില്ലല്ലോ. 5. എന്തായാലും ഡൗട്ട് എന്തായിരുന്നു ചോദിക്കാൻ വന്നല്ലോ? ഡൗട്ട് ആണോ? മിസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വായിച്ചില്ല എന്ന് തോന്നുന്നു. മഞ്ജു. ഞാൻ വായിച്ചല്ലോ, എല്ലാവരും വായിക്കുന്നുണ്ട്. ഓൺ മൺഡേ വായിച്ചു. ശരി. സെന്റൻസ് ഫുൾ സെന്റൻസ് വായിച്ചില്ലെങ്കിലും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓൺ പ്രപ്പോസിഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെന്റൻസ് മിസ്റ്റേക്സ് വരും, കാരണം എന്നാലും ഓക്കെ, നിങ്ങൾ എന്നാലും പക്ഷെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സെന്റൻസ് ആണെങ്കിലും എല്ലാവരുടെയും ഓക്കെയാണ്, വലിയ മിസ്റ്റേക്സ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഓക്കെ മിസ്. അപ്പൊ ഓൺ പ്രപ്പോസിഷൻ എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായി. ഒരു സെന്റൻസ് വൈസ് ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാൻ പറ്റി അല്ലെ? ഈ ടെൻസ് ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാൻ കുറച്ച് ടയേർഡ് ആണ് കേട്ടോ, കാരണം എനിക്ക് ഫോണിക്സ് ക്ലാസ് ഉണ്ടായിരുന്നു. 12 to 1:30 വരെയും ക്ലാസ് ആയിരുന്നു. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തത്. അപ്പൊ എനിക്കിത് ഫുള്ള് വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും, സ്ട്രെയിൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് വായിക്കാതെ ജസ്റ്റ് ആ ഒരു കോണ്ടെക്സ്റ്റ് മാത്രം വായിച്ചു കേട്ടോ. പ്രപ്പോസിഷൻ അത് കുഴപ്പമില്ല, ശരിയാണെന്ന് അറിയാൻ പാടില്ല. മിസ് ഒന്നും പറഞ്ഞില്ല, അതാണ് ചോദിച്ചത്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആണ്. കറക്റ്റ് മിസ്റ്റേക്സ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ എന്നാലും ഇത്രയും പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതെന്നെ വലിയ കാര്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, എനിക്കറിയാം. മാം ഒത്തിരി ടയേർഡ് ആണെങ്കിൽ ലാസ്റ്റ് 15 മിനിറ്റ്സ് അല്ലേ മാം, ഏതെങ്കിലും ആക്ടിവിറ്റി തന്നാൽ മതി, മാം റെസ്റ്റ് ചെയ്തോ. കുഴപ്പമില്ല. അതാണ് ഞാനിപ്പോ നിങ്ങളോട് ആക്ടിവിറ്റി തന്നപ്പോ കുറച്ച് ഇരിക്കാലോ എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി നിങ്ങൾക്കും ഇതുപോലെ കോണ്ടെക്സ് ക്ലാസ് വരും കേട്ടോ. നമുക്ക് ഓരോ ബാച്ച് കഴിയുമ്പോഴാണ് ക്ലാസ് കൊടുക്കുന്നത്. ലാസ്റ്റ് ക്ലാസ് ആണ് കോണ്ടെക്സ്. ഒരു ബാച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻ അതാണ് കേട്ടോ, കോണ്ടെക്സ് ആണ്. അത് കോണ്ടെക്സ് എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്ട്രെയിൻ വരുന്നുണ്ട്. ഓരോ സൗണ്ട്സ് ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്ത് വരുമ്പോൾ അത്രയും സ്ട്രെയിൻ വരും. ഓക്കെ, ബ്രീത്തിങ്ങിന് ഇഷ്യൂസ് വരുന്നുണ്ട്, അതാണ് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ മിക്കന്നല്ല, എല്ലാ ക്ലാസ്സിലും കോണ്ടെക്സ് എടുക്കുന്നത് ഞാനാണ്. സോ ക്ലാസ് ഉണ്ട്, അപ്പൊ കണ്ടിന്യൂസ് ക്ലാസ് വന്നപ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പൊ 2 പ്രപ്പോസിഷൻ പഠിച്ചു. ഇന്ന് ഓണം നന്നായിട്ട് നോക്കാം കേട്ടോ, നന്നായിട്ട് നോക്കാം. എന്റെ ക്ലാസ് കുറച്ചധികം മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇന്ന് എന്റെ ക്ലാസ് ആയിരുന്നില്ല, മിൽറോസ് മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു. സോ ലീവ് ആയതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ കയറിയത്. ഇനി മൺഡേ എന്റെ ക്ലാസ് ആണ്, മൺഡേ അല്ല നാളെ ഫ്രൈഡേ എന്റെ ക്ലാസ് ആണ്. ഫ്രൈഡേയും ഞാൻ തന്നെ കയറുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ക്ലാസ് പെട്ടെന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പോർഷൻസ് പോകാൻ കുറച്ച് പെട്ടെന്ന് പോർഷൻസ് പോകും. ഓക്കെ, ക്ലാസ് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കരുത് കേട്ടോ. ഇംഗ്ലീഷ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് സംസാരിക്കേണ്ട ലാംഗ്വേജും കൂടിയാണ്. മാക്സിമം ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡി ആയിട്ട് വരും കേട്ടോ, ചുമ്മാ. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഓക്കെ, നമുക്ക് ഈ ലൈക്ക് അപർണ മിസ് ഒക്കെ ആക്ടിവിറ്റി തരുന്ന പോലെ ഇംഗ്ലീഷിന്റെയും എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ? പിന്നെ ആക്ടിവിറ്റി അവർ തന്നെ പറയൂ കേട്ടോ. അപർണാമിസ് അല്ലെങ്കിൽ അപർണാമിസ് ആയിരിക്കും പറയാം. ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് ഉണ്ട്, റെക്കോർഡ് ബുക്ക് ഉണ്ട്, അതൊക്കെ അവർ പറയൂ കേട്ടോ. ബിക്കോസ് ഇപ്പൊ നമുക്ക് 2 റെക്കോർഡ് ബുക്ക് എഴുതാൻ തന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഏകദേശം ഒക്കെ എല്ലാവരുടെയും ഒക്കെ കംപ്ലീറ്റ് ആകാറായി കാണും. ഫസ്റ്റ് റെക്കോർഡ് എല്ലാവരുടെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2ാമത്തെ റെക്കോർഡിലായിരിക്കും എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ചോദിച്ചു, അപർണ മിസ് മാത്രം ഇല്ലെങ്കിൽ ജിഷ മിസ്സും ചിലപ്പോഴൊക്കെ ആക്ടിവിറ്റീസ് പറയാറുണ്ട്. കൂടുതൽ പറയുന്ന അപർണ മിസ്. അപ്പൊ അതുകൊണ്ട് ചോദിച്ച മാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടോ ഇല്ലേന്ന്. ഓക്കെ, ചോദിച്ചതിന് സന്തോഷം.
ഓക്കെ, അപ്പൊ റെക്കോർഡ് ബുക്കിന്റെ ആക്ടിവിറ്റീസ് എല്ലാം ഈ പറയുന്ന അപർണക്സും ടിഷമസും കൂടെയാണ് തരുന്നത് കേട്ടോ. അല്ലാതെ ഇംഗ്ലീഷിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഞാൻ തരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പ്രസന്റേഷൻ. നിങ്ങൾ പക്ഷെ സംസാരിക്കില്ലല്ലോ. ഞാൻ ചെയ്യുന്ന ടോപ്പിക് പ്രസന്റേഷൻ ആണ്. എന്തെങ്കിലും ടോപ്പിക് കൊടുത്തിട്ട് അത് സംസാരിക്കാൻ പറയും, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറയും. ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്, ഡിബേറ്റ് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ റെഡി ആവണം. അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഓക്കെ മാം, അപ്പൊ പിന്നെ മാം ഒരു സജഷനാ, അത് മാമിനെ എടുക്കാം, ഇല്ലെങ്കിൽ റിജക്ട് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. മാം നേരത്തെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ടോപ്പിക്, നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്ന ടോപ്പിക്കിന്റെ പ്രസന്റേഷൻ എടുക്കുവാണെങ്കിൽ കുറച്ച് മീൻസ് നമുക്ക് ഏൽപ്പിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന സാധനം നമുക്ക് റിവിഷനും ആകും, നമ്മൾ എത്രമാത്രം വള്ളത്തിലാണെന്ന് മാംക്ക് പറയാൻ പറ്റും. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഏത് പോർഷൻ ആണ് നിങ്ങൾ ഡിസൈഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു ഏതാണ് പറയൂ. നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ഇപ്പൊ ഏതൊക്കെയാണ്? കുറച്ച് അതിന് ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തതാണെന്ന് തോന്നുന്നു അല്ലെ? ഇപ്പോ നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ് അല്ലെ, ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? സുബി അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ആ പോർഷൻസ് ആണോ? അത് മാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു, പക്ഷെ പറഞ്ഞു തന്നില്ല. ടെൻസ് അതുകൊണ്ട് എടുത്തു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയാമെന്ന്. ആ, ആഡ്വേർബ് ഒക്കെ അല്ലേ? ആഡ്വേർബ് ടെൻസ് കഴിയുമ്പോൾ പറയുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ എടുക്കുന്ന ഇങ്ങനെ കറങ്ങി തിരിയുന്നതിന് ഏറ്റവും ബെറ്റർ ടെൻസ് എടുത്ത് നിങ്ങൾ നേരെ നിങ്ങൾക്ക് പറയാൻ പറ്റും, നേരെ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ വെച്ചത് കേട്ടോ. പിന്നെ അങ്ങനെയാണോ സുബി? അങ്ങനെയാണോ പറഞ്ഞേ? സുബി പോയോ? ഇല്ല മാം, ഞാൻ പറഞ്ഞു മീൻസ് നമ്മൾ നേരത്തെ പഠിച്ച ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ് തൊട്ട് നമ്മൾ പഠിച്ചല്ലോ കുറെ. ഇപ്പം ഇത്രയും യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തുള്ളൂ. അപ്പം ആദ്യം തൊട്ടുള്ള ഫസ്റ്റ് ടോപ്പിക് തൊട്ട് നമ്മൾ തുടങ്ങാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് റിവിഷനും ആകും, നമ്മളെല്ലാവരും മാർക്കത്തുമില്ല. പിന്നെ നമുക്ക് എങ്ങനെയാ പഠിപ്പിക്കേണ്ടത്, കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കാനുള്ള രീതിയും കൂടെ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. അപ്പം ആ സമയത്ത് നമുക്ക് നമ്മളുടെ ക്യാമറ ഫിയർ, പിന്നെ ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള ഫിയറും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ബിക്കോസ് ഐ തിങ്ക് അതുകൊണ്ടായിരിക്കും പല ആൾക്കാർ ക്യാമറാസ് ഒന്നും ഓൺ ചെയ്യാത്തതും. പിന്നെ ചില ആൾക്കാർ ഓൺ ചെയ്യാത്ത നീ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല എന്ന രീതിയിലായിരിക്കും. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. നമുക്കുള്ള റിവിഷൻ ആകും. ബിക്കോസ് നമ്മളിപ്പം എല്ലാവരും അവരവരെ സാറില്ല, പിള്ളേരുണ്ട്, എല്ലാ കാര്യമുണ്ട്. അപ്പം കൂടുതൽ സമയം പഠിത്തത്തിൽ കൊടുക്കാൻ സമയം കിട്ടത്തില്ലായിരിക്കും ചില സമയത്ത്. ചില ആൾക്കാർ പരീക്ഷയുടെ സമയത്ത് പഠിക്കാനിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒത്തിരി ഗ്യാപ്പ് ആകും. അപ്പം നമുക്ക് കിട്ടുന്ന ഈ 1 മണിക്കൂർ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഒരു സജഷൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ. ബാക്കി സ്റ്റുഡൻസ് എന്താണ്? നിങ്ങൾ ഓക്കെയാണോ? എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ട്രൈ ചെയ്യണം. ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് മാം ടോപ്പിക് ഡിവൈഡ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നാളെ ക്ലാസ് അപ്പൊ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നത് നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ടോപ്പിക് സെലക്ട് ചെയ്യാം, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം കേട്ടോ. നാളെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, അതും ഇംഗ്ലീഷ് തന്നെ, മാക്സിമം ഇംഗ്ലീഷ് തന്നെ ക്ലാസ്. ഓക്കെ, മലയാളം ഇംഗ്ലീഷാണ്. നിങ്ങൾ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ പേടിക്കണ എന്തിനാണ്? അത് യൂസ് ചെയ്ത പേടി മാറും. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, ഞാൻ പറയുന്നത് ചുമ്മാ പറയുന്നല്ല ഇതൊന്നും. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ മാറും. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്യും തോറും നിങ്ങളത് ആ ലാംഗ്വേജിനോട് കുറച്ചൊരു ഫ്ലെക്സിബിൾ ആകുന്നത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ചൊരു കണക്റ്റഡ് ആകും നിങ്ങൾ. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ഇംഗ്ലീഷിനെ പേടിക്കില്ലേ? ഞാനും ഇതുപോലെ പേടിച്ചൊരു വ്യക്തിയാണ്, പക്ഷെ എനിക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടം. അതുപോലെയാണ്. ഓക്കെ, നിങ്ങൾ ഇഷ്ടത്തോടെ പഠിക്കൂ. അപ്പൊ നമുക്ക് ഭയങ്കര ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹം. ഓക്കെ, അപ്പൊ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാത്തവരുണ്ടല്ലോ, അവര് ചെയ്യട്ടെ. ഇനി ചെയ്യട്ടെ, ചെയ്യൂ. പക്ഷെ അവര് ചെയ്യില്ലല്ലോ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്നത് ഒരു ടോക്കാണിത്. ചെയ്യാത്തവര് ചെയ്യട്ടെ. ഞാൻ പറയാം, എന്റെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ. ഞാൻ പറയുന്നത് എന്റെ ഒരു ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അറിയുള്ളൂ. ചെയ്യാത്തവർ ചെയ്യട്ടെ എന്ന് അവർക്ക് തോന്നണം. മനസ്സിലായോ? നമുക്കല്ല, അവർക്ക് തോന്നണം. കാരണം എല്ലാവർക്കും ഞാൻ ഈക്വലി ആണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ക്ലാസ്സിൽ അത്യാവശ്യം 35 സ്റ്റുഡൻസ് എങ്കിലും ഉണ്ട്. മേ ബി ഈ 35 സ്റ്റുഡൻസിനോടുമാണ് ഞാൻ പറയുന്നത്, അല്ലെ? 35 സ്റ്റുഡൻസിനും ഒരുപോലെയാണ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. ശരിയല്ലേ? അതും പറഞ്ഞ് ഈ 35 സ്റ്റുഡൻസും ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യൂസ് ചെയ്യുന്നുണ്ടോ? ആരും ചെയ്യില്ല. ഷുവർ ആണ്, ആരും ചെയ്യില്ല.
അപ്പോ നിങ്ങൾ എന്താ ചെയ്യണം? നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കണം എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ യൂസ് ചെയ്യാം. അല്ലാതെ അവര് ചെയ്യട്ടെ ഇവര് ചെയ്യട്ടെ എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത് കേട്ടോ. അതെന്ന് പറഞ്ഞു ഓക്കെ, ഒരു കാര്യത്തിലും നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ. അവർക്ക് ആ ചാൻസും ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ അല്ലെ. നമ്മള് ക്ലാസ്സിൽ പറയുന്നത് ഇന്ന ആള് ചെയ്യൂ, അല്ലെ ഇന്ന ആള് ചെയ്താൽ മതി, ബാക്കി ആരും ചെയ്യേണ്ട എന്നല്ല ഞാൻ ഇവിടെ നിന്ന് പറയുന്നത്. എല്ലാവരോടും ഈക്വലി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവർക്കും കൂടെ തോന്നണം, അല്ല നമ്മൾ തോന്നിപ്പിച്ചിട്ട് കാര്യം. നമ്മൾക്ക് നമ്മുടെ കാര്യം നോക്കാം. അപ്പോ വിൻസി പറഞ്ഞ പോലെ വിൻസിക്ക് പ്രസന്റ് ചെയ്യണം, 1, 2, 3 പ്രാവശ്യം പ്രസന്റ് ചെയ്യൂന്നേ ഞാൻ പറയുന്നു. ചെയ്യുന്തോറും നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യവും ചെയ്യുന്തോറും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്ന രീതിയാണെങ്കിലും നിങ്ങൾ ക്ലാസ് എടുക്കുന്ന രീതിയാണെങ്കിലും എല്ലാം മാറും. ഓക്കെ, ഓരോ പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അതുകൊണ്ട് ചെയ്യാത്തവർ ചെയ്യട്ടെ എന്ന ഡയലോഗ് ഇനി ആരും പറയണ്ട. നിങ്ങൾ ചെയ്യൂ, ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേയിരിക്കും, ചെയ്യാത്തവരും ചെയ്യും. ഓക്കെ, എല്ലാവരും ചെയ്യണമെന്നേ ഞാൻ പറയും. എല്ലാവരും ഈക്വലി നിങ്ങൾ എല്ലാവരും ചെയ്തേ പറ്റും. എനിക്ക് നിങ്ങൾ എല്ലാവരും ഒരേപോലെയാണ്, എല്ലാവരും ഒരേപോലെയാണ്. ഞാൻ ആരെയും എനിക്ക് ആരായിട്ടും അത്രയും കണക്ഷനോ ഒന്നും അല്ല. എനിക്ക് എല്ലാവരും ഒരേപോലെയാണ്. പിന്നെ ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നവരോട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഇപ്പൊ കൂടുതലും സംസാരിക്കുമ്പോ സുബി, മഞ്ജു അല്ലെ, 2 മഞ്ജു, പിന്നെ എല്ലാവരും ലുബ്ന, കുറെ പേര് ബിൻസി, റസീദ, ഇവരൊക്കെയാണ് എന്നോട് കുറച്ചുകൂടെ സംസാരിക്കുന്നത് അല്ലെ. ഇപ്പൊ വിദ്യ, അപ്പൊ ഇവരൊക്കെയാണ് ഞാൻ കുറച്ചുകൂടെ നമ്മൾ അത്യാവശ്യം അവരോടാണ് കൂടുതൽ സംസാരിക്കുന്നത്. അല്ലാതെ എനിക്ക് അവരോട് കുറച്ചൊരു ഇഷ്ടം കൂടുതൽ എന്നൊന്നും ഇല്ലാതെ എനിക്ക് എല്ലാവരും ഒരേപോലെയാണ്. എല്ലാവരും, അതെ, ടീച്ചേഴ്സിന് അങ്ങനെയാണല്ലോ അല്ലെ. എല്ലാ ടീച്ചേഴ്സിനും അവരുടെ സ്റ്റുഡൻസ് ഒരേപോലെ. അപ്പൊ എല്ലാവരും ഒരേപോലെ തന്നെ ചാൻസ് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഫസ്റ്റ് ടൈം മിസ് ക്ലാസ് ഇഷ്ടപ്പെട്ടോ? അവര് മിണ്ടാണ്ടിരിക്കണോണ്ടാണ് എനിക്ക് മിണ്ടാൻ ഭയങ്കര ഇഷ്ടം. ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് മിസ്. മോണ്ടിസോറി ക്ലാസ് കഴിയുമ്പോ എന്തായാലും ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും. പറഞ്ഞ കാര്യം മോണ്ടിസോറി ക്ലാസ് എന്താ എടുക്കണ്ട ടെക്സ്റ്റ് ബുക്ക് ചെയ്യുന്ന ഫസ്റ്റ് ചാപ്റ്റർ അങ്ങനെയാണ്, അല്ലെങ്കിൽ വേറെ തന്നാ മതി. എനിക്ക് ടെസ്റ്റ് ചെയ്യുന്ന വേണ്ട, വേറെ എന്തെങ്കിലും. എനിക്ക് ടെസ്റ്റ് ചെയ്ത് വേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുമ്പോ കുഴപ്പമില്ലെന്നേ, ടെസ്റ്റ് നോക്കുമ്പോ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. ജയിക്കാനുള്ള മാർക്ക് പിടിച്ചാൽ മതി. മൈസെൽഫ് പറഞ്ഞാൽ മതി. നിങ്ങൾ തന്നെ ഓരോന്നൊക്കെ ചെയ്യൂ. ഇംഗ്ലീഷ് വേണമെന്ന് മാത്രം നോക്കി പറയരുത്. ക്യാമറ ഓൺ ചെയ്യണം, നോക്കി പറയാൻ പാടില്ല. എനിക്കവിടെ നിങ്ങളുടെ കണ്ണിലേക്ക് അറിയാൻ പറ്റും നിങ്ങൾ നോക്കുന്നുണ്ടോ. നാളെയാണ് സമയം, ചെയ്യൂ. ചുമ്മാ സമയല്ലേ, ട്രൈ ചെയ്യാം മിസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. മഞ്ജു, സോറി സുബി എന്ത് പറയാൻ വന്നല്ലോ? മാം പറയാൻ വന്നത്, ഞാൻ ലാസ്റ്റ് മീൻസ് ഇങ്ങനെ എന്റെ ഫ്രീ സമയത്ത് ഞാൻ യൂട്യൂബിനകത്ത് വീഡിയോസ് ഒക്കെ മോണ്ടിസറിയുടെ ഒക്കെ കാണും. അപ്പൊ അതിനകത്ത് കുറെ വീഡിയോസ് കിടപ്പുണ്ട്. അതിനകത്ത് നമ്മൾ ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോകാനായിട്ട് അവർ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. ട്രെയിനിങ് വേണ്ടി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ അവർക്ക് എങ്ങനെ പഠിപ്പിക്കേണ്ടത് ക്ലാസ് എടുക്കാനായിട്ട് വരുമല്ലോ. അപ്പൊ അവരുടെ പ്രസന്റേഷൻ വീഡിയോ കാണിക്കുമ്പോൾ എനിക്ക് തന്നെ സർപ്രൈസിങ്, ബിക്കോസ് അവർ ബോർഡ് എടുത്ത് പ്രോപ്പർ അതിനകത്ത് എഴുതി പറഞ്ഞു കൊടുക്കും ക്യാമറ ഓൺ ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആണ് ആക്ച്വലി നമുക്ക് ക്ലാസ് എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ആരും അതിങ്ങനെ ശ്രമിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ക്ലാസ് എടുക്കാം എന്നൊരു ഓപ്ഷൻ ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് പറയല്ല, ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെയാ പോവാ, ടീച്ചറായിട്ട് ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങളത് ചിന്തിക്കണമായിരുന്നു. ഇനിയും അവസരങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതേപോലെയൊക്കെ ചെയ്യും. എല്ലാവരും കിട്ടുന്ന ചാൻസ് എല്ലാം യൂസ് ചെയ്യും കേട്ടോ. ഇതുപോലെ ഒരിക്കലും ഇനി ചാൻസ് കിട്ടില്ല. റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. റിഗ്രറ്റ് ചെയ്യുന്ന എളുപ്പമാണ്, യൂസ് ചെയ്യാനാ ബുദ്ധിമുട്ട്. ഓക്കെ, അതുകൊണ്ട് എല്ലാം എൻജോയ് ചെയ്ത് ചെയ്യൂ. നല്ല രസമല്ലേ. എനിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ അത് ടീച്ചേഴ്സിന് ഭയങ്കര സന്തോഷമാണ്. അതും എല്ലാവരും മിഡിൽ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. ഓക്കെ, മനസ്സിലാ പറയേ. ഓയോ, എന്നോടല്ലേ പറഞ്ഞത്? ഓക്കെ. അല്ല മാം, ഞാൻ ഇവിടെ മോനോട് പറഞ്ഞതാ. മാം, ഞാനൊരു സജഷൻ പറയട്ടെ. നമ്മളെല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ടിരുന്ന് ക്ലാസ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാണ്.
നല്ലത്. കാരണം നമുക്ക് എല്ലാവർക്കും പരസ്പരം കാണാം. മാമിന് ഓരോരുത്തരെയും മെൻഷൻ ചെയ്ത് നോക്കാം. നമുക്കറിയാം, നമ്മളിപ്പോ എല്ലാവരുടെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ, പിന്നെ നമ്മൾ ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അവരെ എല്ലാം ഡയറക്റ്റ് കാണുകയും ചെയ്യാം, അവരുമായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മൾ കൊറോണ ടൈമിലൊക്കെ ക്ലാസ് എടുക്കത്തില്ലേ സ്കൂളിൽ, അങ്ങനെയായിരുന്നു. ഫുൾ വീഡിയോ ഓൺ ആക്കിയായിരുന്നു കുട്ടികളെ ക്ലാസ്സിൽ ഇരുത്തുന്നത്. അത് അത് നല്ലൊരു ഇതാണ് എൻ്റെ അഭിപ്രായത്തില്. ഓക്കെ, അപ്പോ നല്ലൊരു സജഷൻ ആണ്. ഞാൻ ഇത് പറയാറുണ്ട്, പക്ഷെ ആരും കേൾക്കാറൊന്നുമില്ല. ഞാൻ നിങ്ങളെ കാണാറും കൂടിയില്ല. എനിക്ക് മഞ്ജുവിനെ അറിയാം, സുബിനെ അറിയാം. എനിക്ക് സുബിനെ ഓർമ്മയുണ്ട്, മഞ്ജുവിനെ ഓർമ്മയുണ്ട്. പിന്നെ മഞ്ജു രാകേഷിന് ഓർമ്മ. മഞ്ജു രാകേഷ് മിക്കപ്പോഴും ക്യാമറ ഓണായിരിക്കും, നല്ല പരിചയമാണ്. അപ്പൊ ഇവരൊക്കെ നേരിട്ട് വന്നാൽ എനിക്ക് അറിയാൻ പറ്റും. അതൊരു ദിവ്യനെ അറിയാം. ഡ്രസ്സിംഗ് പ്രോബ്ലം എനിക്കറിയാം. നിങ്ങൾ ചിലപ്പോ കുളിച്ചിട്ടുണ്ടാവില്ല അല്ലെ, വീട്ടിലെടുത്ത ഡ്രസ്സാണ്, അതൊക്കെ അറിയാം. പക്ഷെ ക്ലാസ്സിൽ വന്നിരിക്കും, കുറച്ച് സുന്ദരിയായിട്ടൊക്കെ വന്നിരിക്കും. ഓക്കെ, ക്യാമറ ഓൺ ചെയ്യാം. ഓക്കെ, മിസ് ചിലപ്പോ നമ്മള് കുട്ടികളുടെ പിന്നാലെ ഓടുകയായിരിക്കേ, പിന്നെ അവരുടെ ബഹളം ഇതൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ആരും നിർബന്ധിക്കാതെ. ടീച്ചേഴ്സ് ഒന്നും ഒരിക്കലും അങ്ങനെയാണ്. അറിയാലോ, നിങ്ങള് മദർ അല്ലെ, അമ്മമാരാണ്, എല്ലാം ഞങ്ങൾക്ക് അറിയാം. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഞാനും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാത്ത കേട്ടോ. പക്ഷെ കൊച്ചുവാണെങ്കിൽ പറ്റുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യും. അപ്പൊ ആ ഒരു ക്യാമറ ഫിയറും കൂടെ നമുക്ക് അതിൽ പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ലൈക്ക് ഇപ്പം ഞാനിപ്പോ ലൈക്ക് വർക്ക് ഫ്രോം ഹോമാ. അപ്പം നമുക്ക് ക്യാമറ നമ്മുടെ ഒഫീഷ്യൽ സമയത്ത് ചില സമയത്ത് ഓഫ് ആയിരിക്കും, പക്ഷെ നമുക്ക് ഗൂഗിൾ മീറ്റ് ഒക്കെ വരും. അപ്പൊ ചില സമയത്ത് നമ്മൾ ഗൂഗിൾ മീറ്റിൽ നമ്മൾ ക്യാമറ ഓൺ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ മിക്കവാറും ആൾക്കാർ ചെയ്യുന്ന എന്തുവാ, വെളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വെളിയിലിടും. ബിക്കോസ് നമുക്ക് കാണാൻ പറ്റുന്ന ഹാഫ് പാർട്ടേ ഉള്ളൂ. അപ്പൊ നല്ലൊരു ചുരിദാരോ ഇല്ലെങ്കിൽ ഷർട്ടോ ഇട്ടിട്ട് വെളിയിലിടും. തലമുടി ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോതിയിട്ട് എല്ലാരും ക്യാമറ ഓൺ ചെയ്യും. നിങ്ങൾ ചിന്തിക്കുമോ മിസ് ഇങ്ങനെയാണോന്ന് ചിന്തിക്കും. ഞാൻ അങ്ങനെയല്ല, വീട്ടിൽ നിന്ന് വരുന്നതാണ്. അല്ല ഇത് ഇങ്ങനെ അല്ല, അങ്ങനെയാ പൊതുവെ ആൾക്കാർ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത്. അപ്പൊ ഓൺലൈൻ മീൻസ് നമ്മൾ പഠിക്കുമ്പോഴും എല്ലാവർക്കും അങ്ങനെ ചെയ്യാം. ശരിയാണ്, എനിക്കറിയാം, അറിയാം. ഓക്കെ, അങ്ങനെ ട്രൈ ചെയ്യൂ കേട്ടോ. ഓക്കെ, ചുമ്മാ വന്നിരുന്നാൽ മതി. എത്രയല്ലേ കാണുന്നുള്ളൂ അല്ലെ, ഇപ്പൊ ഞങ്ങൾക്ക് എത്രയും പോർഷനല്ലേ കാണുന്നുള്ളൂ. അപ്പൊ അത്രയും ലുക്ക് ഉണ്ടായാൽ മതി എന്നർത്ഥം. ഓക്കെ, പിന്നെന്താണ്, എന്റെ ക്ലാസ്സിൽ കയറാൻ ഭയങ്കര എനർജി ആണെന്നൊക്കെ പറയണല്ലോ. താങ്ക് യു. എല്ലാവർക്കും അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടോ? അത് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ചുമ്മാ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി ടീച്ചേഴ്സ് അവിടെ പോർഷൻസ് എടുക്കുകയാണ് അല്ലേ? സത്യമല്ലേ ഇത്? ഞാൻ ഇങ്ങനെ പറഞ്ഞ് അതിനിടയിൽ കൂടെ ക്ലാസ് ഒക്കെ എടുത്ത് പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാത്തെ. ഒരു കഷ്ടപ്പാടുണ്ട് അല്ലേ? ചുമ്മാ കേട്ടോ, ഇതാണ് ഇഷ്ടം. ക്ലാസ് ഒക്കെ കേൾക്കുന്നത് ഭയങ്കര ബോറല്ലേ? നിങ്ങളും ബോറടിക്കും, ഞാനും ബോറടിക്കും. ഇപ്പൊ ഓക്കെയാണ്. അപ്പൊ പഠിക്കുന്നുണ്ട്, നമ്മള് എന്തായാലും സംസാരിക്കുന്നുണ്ട്, എല്ലാരും അങ്ങനെ ഈക്വലി. അപ്പൊ നാളത്തെ കാര്യം മറക്കണ്ട. പ്രത്യേകിച്ച് പോർഷൻസ് ഒന്നും എടുക്കില്ല ഞാൻ. നമുക്ക് ചുമ്മാ പ്രാക്ടിക്കൽ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാം, ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പൊ അതിനൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് നാളെ വരും. എനിക്ക് സർപ്രൈസ് തരും നിങ്ങള്. ഓക്കെ, നല്ലൊരു ഐഡിയ ആണല്ലേ? ഓക്കെ ഓക്കെ കേട്ടോ. അപ്പൊ നാളെ കാണാം. നിങ്ങള് സൈനോട്ട് പറഞ്ഞേ, സമയമായി, ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. സൈനോട്ട് പറയും. സൈനോട്ട് ഇല്ലേ? ഞാൻ തന്നെ പറയണോ? കാര്യം പറയണം, പെട്ടെന്ന് സൈനോട്ട് പോകാം. ഇന്ന് ക്ലാസ് എടുത്ത അശ്വതി മിസ്സിന്, പിന്നെ നമ്മുടെ നാളത്തെ നമ്മുടെ ആക്ടിവിറ്റി എല്ലാരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുക. അപ്പൊ അതനുസരിച്ച് ഓർഡറിൽ നമുക്ക് പോകാം. താങ്ക് യു മിസ്. ഇംഗ്ലീഷിൽ പറയാൻ മറന്നുപോയി, മലയാളത്തിലാ പറയണം. സോറി. Okay, so thank you all. See you in the next class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.